ഉയർത്തിയതോടെ കേരള ഭാഗ്യക്കുറി വൻ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് MV ജയരാജൻ. ഓണം ബമ്പർ പോലും പ്രതിസന്ധിയിലായി. കേന്ദ്ര സർക്കാരിന്റെ ഈ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിക്കെതിരെ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുമെന്നും MV ജയരാജൻ കൂട്ടിച്ചേർത്തു. അപ്പോൾ എല്ലാ നിയമവ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് സർക്കാർ നേരിട്ട് നടത്തുന്ന പേപ്പർ ലോട്ടറിയാണ് കേരള ഭാഗ്യക്കുറി. GST 40% ഉയർത്തിയതോടെ കേരള ഭാഗ്യക്കുറി ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുകയാണ്. GST 2017 നിലവിൽ വന്നത്. അന്ന് 12% മാത്രമായിരുന്നു ലോട്ടറിയുടെ മേൽ ഏർപ്പെടുത്തിയ നികുതി. അന്നും ഏറ്റവും കൂടിയ നികുതി 40%. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്, നികുതി പരിഷ്കരണം GSTയുടെ കാര്യത്തിൽ വരുത്താൻ പോവുകയാണ്. അത് പാവങ്ങളെ സഹായിക്കാൻ. പക്ഷെ ലോട്ടറിയുടെ കാര്യത്തിൽ ഭിന്നശേഷിക്കാരും വൃദ്ധരും രോഗികളുമായ പാവങ്ങൾ ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ യഥാർത്ഥത്തിൽ GST ഏറ്റവും കൂടിയ നികുതി ഏർപ്പെടുത്തിയത് മൂലം പ്രധാനമന്ത്രിയുടെ വാക്കിന് യാതൊരു വിലയും ലോട്ടറി മേഖലയിൽ ഉണ്ടായില്ല. അത് ലോട്ടറി മേഖലയിലുള്ളവരെ കഷ്ടപ്പെടുത്തുന്നതായി അത് മാറി. ഞങ്ങൾ എല്ലാ ട്രേഡ് യൂണിയനുകളും, ലോട്ടറി മേഖലയിലുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും, 9 ട്രേഡ് യൂണിയനുകളുണ്ട്. ഈ ജില്ലയിലുള്ള ട്രേഡ് യൂണിയനുകളുടെ നേതാക്കളാണ് ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ളത്. GST ഇനത്തിൽ 40%-ലധികം വർധന വരുത്തിയതോടെ കേരള ഭാഗ്യക്കുറി വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് നടത്തുന്ന കേരള ഭാഗ്യക്കുറി ഉപജീവന മാർഗമാക്കിയ നിരവധി പേർ ഇതിനാൽ കഷ്ടതകൾ അനുഭവിക്കും. കേന്ദ്ര സർക്കാരിന്റെ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ തന്നെ സെപ്റ്റംബർ 15 ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടക്കുമെന്നും MV ജയരാജൻ പറഞ്ഞു. 9 ട്രേഡ് യൂണിയനുകളും സംയുക്തമായാണ് സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സിറ്റി ന്യൂസ്, കണ്ണൂർ.